പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആഗ്രഹം സാമ്പത്തികമായ പുരോഗതി, നല്ല കുട്ടികളുടെ സാന്നിധ്യം. ഇത് ആഗ്രഹിക്കാത്ത ആരും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തു, ഇന്ന അജല ത്വാഅത്തി സവാബൻ സിലത്തുർ റഹീം. അള്ളാഹുവിൽ നിന്ന് വളരെ പെട്ടെന്ന് ഗുണം ലഭിക്കുന്ന ഉത്തമമായ കാര്യം ഏതാണ്? അത് കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവരെ പരിഗണിക്കുക, കുടുംബത്തിൽപ്പെട്ടവരോട് സ്നേഹത്തിൽ പെരുമാറുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക. അത് ഒരു വ്യക്തിയിലുണ്ടായാൽ അവൻ എത്ര മോശക്കാരനായാലും പിന്നീട് ഈ ഭൗതിക ലോകത്ത് തന്നെ എല്ലാ വിജയങ്ങളും അവന് വന്നു ചേരും. ഇന്ന അഹ്ലൽ ബൈത്തി ലയക്കൂനൂന ഫുജ്ജാറൻ. ഒരു വീട്ടുകാരൻ വളരെ മോശക്കാരനായിരുന്നു. ആ മനുഷ്യൻ കുടുംബത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും മറ്റുള്ള പലരും അവഗണിച്ചു കഴിഞ്ഞിരുന്ന അത്തരക്കാരായ ആളുകളെ ഭക്ഷണം നൽകിയും വസ്ത്രങ്ങൾ കൊടുത്തും പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തും പരിഗണിച്ച് അവരെ വളർത്തിയെടുക്കാൻ പരിശ്രമിച്ച ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ആ മനുഷ്യൻ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുകയും അവന് നല്ല മക്കളുടെ സാന്നിധ്യം, നല്ല കുട്ടികൾ അള്ളാഹു അവന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ വാഗ്ദത്തമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വാക്യത്തിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മുടെ മൗലിദ് സദസ്സുകളിൽ, വീട്ടിൽ നടക്കുന്ന വിവിധ ചടങ്ങുകളിൽ നാം പല ആളുകളെയും ക്ഷണിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. എന്നാൽ സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ മറന്നു പോകുന്നുണ്ടോ? അവിടെ നാം ശ്രദ്ധിക്കണം. അവരെ കൂടി നമ്മുടെ വീട്ടിൽ നടക്കുന്ന, നാം നേതൃത്വം നൽകുന്ന പരിപാടികളിൽ ഉൾപ്പെടുത്തി പരിഗണിച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിനുള്ള വലിയൊരു അടിത്തറയാണ് അതുവഴി സംഭവിക്കുക. ഫതൻമ അംവാലുഹും വയക്സുറു അദദുഹും ഇദാ വസലു അർഹാമഹും. അള്ളാഹുവിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന വിഷയങ്ങൾ, ഇവിടെ തന്നെ പ്രതിഫലം ലഭിക്കുന്ന, ഗുണം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കുന്ന, നാളെ പരലോകത്തും പ്രതിഫലം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു വലിയ സൽക്കർമ്മമാണ് രക്തബന്ധത്തിൽപ്പെട്ട ആളുകളെ, പരിഗണനകൾ ലഭിക്കാതെ പോകുന്ന അത്തരം ആളുകളെ നാം ഒന്ന് പരിഗണിക്കൽ. ഈ ഒരു വാക്യം നാം ശ്രദ്ധിക്കുക. ഇതിൻ്റെ അർത്ഥം പരിഗണിക്കാൻ അർഹതയുള്ള മറ്റ് ആളുകളെ അവഗണിക്കണം എന്നല്ല, മറിച്ച് നമ്മുടെ പരിഗണനയുടെ പട്ടികയിൽ പാവപ്പെട്ട ആളുകളെ പരിഗണിക്കണം എന്ന ആശയത്തിലേക്കാണ് ഈ വചനം നമ്മെ തട്ടിയുണർത്തുന്നത്. അള്ളാഹു നമുക്ക് സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.